സന്തോഷ് ട്രോഫി നിൽക്കുകയാണ്. സന്തോഷ് ട്രോഫി ക്യാമ്പിൽ നിന്നാണ് നമ്മളോട് ഇപ്പോൾ സംസാരിക്കാനും കൂടി വരുന്നത്. എത്ര സൂപ്പർ ലീഗ് കേരള സമ്മാനിച്ച എത്ര താരങ്ങൾ ഇത്തവണ ക്യാമ്പിലുണ്ടാകും? എത്ര എണ്ണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൻ്റെ ജേഴ്സി ഇത്തവണ സൂപ്പർ ലീഗ് കേരളയുടെ മയമായിരിക്കും. ഞാനിപ്പോൾ നിലവിൽ നമ്മളെ പ്രിലിമിനറി ക്യാമ്പിൽ ഇന്റർ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള കളിക്കാരുണ്ടായിരുന്നു. ഞാൻ അവരോട് ആദ്യത്തെ ദിവസം പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളാണ് ഡിസൈഡ് ചെയ്യണത് നിങ്ങൾ ടീമിലുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. അത് ആര് വന്നു കഴിഞ്ഞാൽ അവരാണ് ഡിസൈഡ് ചെയ്യണത്. ടീമിൻ്റെ ഭാഗമാവുക, അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള ജോലി ചെയ്യാൻ അവർ റെഡി ആയിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണോ അതിന് റെഡി ആയിട്ടുള്ള ആളുകൾ അവർ ടീമിനകത്ത് ഉണ്ടാകും. അതല്ലാതെ സൂപ്പർ ലീഗ് കേരളയിൽ നിന്ന് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, ഓക്കെ സൂപ്പർ ലീഗ് കേരള എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം കളിച്ച കളിക്കാരായിരിക്കും സ്വാഭാവികമായിട്ടും മുൻപന്തിയിലുണ്ടാവുക. കാരണം അവർ പെർഫോമൻസ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ സൂപ്പർ ലീഗ് കേരളയിലുള്ള ക്ലബ്ബുകൾ അവരെ സൈൻ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ ഡിസ്ട്രിക്റ്റിലുള്ള കളിക്കാരിലും വളരെ പോസിറ്റീവായ കളിക്കാരുണ്ട്. അതായത് അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ എന്നെ തന്നെയാണ് ബ്ലെയിം ചെയ്യണത്, കാരണം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കളിക്കാരുണ്ട്. ഞാൻ അങ്ങനെ പുതിയ കളിക്കാരെ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നാഷണൽ ഗെയിംസിൽ പോയപ്പോൾ ഞാൻ അണ്ടർ-20 നിന്നും സെലക്ട് ചെയ്ത അണ്ടർ-20 വയനാട്ടിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ആലപ്പുഴയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഷാദിൽ എന്ന് പറഞ്ഞിട്ടുള്ള കളിക്കാരനുണ്ട്. അവൻ ഫൈനലിൽ ഫസ്റ്റ് ലെവലിൽ, അവൻ്റെ വയസ്സ് 17 അന്ന് ഫസ്റ്റ് ലെവലിൽ ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ ടീമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ റെഡിയായിട്ടുള്ള കളിക്കാരുണ്ടാകുക എന്നുള്ളത് ഒരു കോച്ചിനെ സംബന്ധിച്ചുള്ളൊരു നല്ലൊരു മുഹൂർത്തമാണ് ടീമിൻ്റെ പെർഫോമൻസിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കളിക്കാർ ആരാണോ ടീമിന് വേണ്ടി 100%, ഇതിപ്പോൾ സിനാനാണ്, ഇനിയിപ്പോൾ സിനാൻ ട്രെയിനിങ്ങിനകത്ത് അല്ലെങ്കിൽ ടീമിലേക്ക് ഫിറ്റ് ചെയ്തില്ല, വേറൊരു സിനാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്വം ആ സിനാനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പേരുകളല്ല അവിടെ പ്രധാനം. ആ ടീമിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കളിക്കാരാണ്. ടീം എഫേർട്ടിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ദേശീയ ഗെയിംസിന്റെ ഫൈനൽ അജ്സലല്ലേ നമുക്ക് കേരളത്തിന് വേണ്ടി അല്ല ഗോൾ അടിച്ചത് ഗോകുലായിരുന്നു. ഗോകുൽ സന്തോഷായിരുന്നു. പക്ഷേ ആ ബോള് സെക്കൻഡ് അസിസ്റ്റ് ചെയ്യുന്നത് ഷാദിലാണ് അതിനകത്ത്. അത് ഷാദില് റെയിൽവേസ് സർവീസുമായിട്ടുള്ള കളിയിൽ കളിച്ചിട്ടുള്ള ഒരു മാച്ചുണ്ട്, അത് ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടില്ല. അതായത് അവനാണ് സ്ട്രൈക്കറിൽ ഇറങ്ങുന്നത്, അവനാണ് പ്രസ് ചെയ്യുന്നത്, അവനാണ് ആ ഗെയിം ഉണ്ടാക്കുന്നത്. ഞാൻ മൈക്രോ മാനേജ്മെൻറ്റിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ എല്ലാ കാര്യവും പോസ്റ്റ്മോർട്ടം ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കും, അവർക്ക് ഡീറ്റെയിൽസ് കൊടുക്കും, ഇന്നതാണ്. ഇപ്പം നമ്മളെ സൂപ്പർ ലീഗിലേക്ക് വരികയാണെങ്കിൽ തന്നെ നമ്മൾ 11 യെല്ലോ കാർഡാണ് മൊത്തം 9 മാച്ചിൽ വാങ്ങിയത്. ബാക്കി ലാസ്റ്റുള്ള 3 മാച്ചിൽ നമ്മൾ 9 യെല്ലോ കാർഡ് വേറെ വാങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ കുറച്ചുകൂടെ ടഫായി. നമ്മൾ സൂപ്പർ ലീഗിൽ പറയുകയാണെങ്കിൽ നമ്മൾ 3 ക്ലീൻ ഷീറ്റ് ലാസ്റ്റ് മാച്ചിൽ. നമ്മൾ എവിടെയാണോ നമുക്ക് ലാപ്സസ് ഉണ്ടായിരുന്ന ആ ഭാഗം ക്ലിയർ ചെയ്താണ് നമ്മൾ വന്നത്. അപ്പോൾ ഇതൊരിക്കലും ഫ്ലൂക്കല്ല, അത് കളിക്കാർ അതിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ചെയ്ത് ചെറിയൊരു കാര്യം മാത്രമാണ്, പക്ഷെ അവർ അത്തരത്തിലുള്ളൊരു എഫേർട്ട് ഇട്ടത് കൊണ്ടാണ് അത് വിൻ ചെയ്യാനും പറ്റിയത്. അല്ല, എനിക്ക് കുറച്ച് സമയം തരണം. എന്താണെന്നറിയോ, 2 കാര്യങ്ങൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോയി ആ നേരത്തെ നമ്മൾ സംസാരിച്ച സബ്ജക്റ്റിൻ്റെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതിലേക്ക് വരാം. നമ്മൾ നേരത്തെ സിനാൻ്റെ ഫാമിലിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, നമ്മൾ കോച്ചിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു, എല്ലാവരുടെയും ക്ലബിൻ്റെ ഇമ്പോർട്ടൻസ്, ടൂർണമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, ഓർഗനൈസേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ്. ഞാൻ എപ്പോഴും പറയുക, ഒരു കളിക്കാരനെ ആത്യന്തികമായി സൃഷ്ടിക്കുന്നത് അവൻ്റെ കുടുംബമാണ്. അതെ, അവിടെ നിന്നാണ് അവൻ വന്നത്. അതല്ലാതെ ഷഫീഖ് ഹസൻ മാത്രം വിചാരിച്ചാലൊന്നും ഒരു പ്ലെയർ ഉണ്ടാവില്ല. കണ്ണൂർ വാറിയേഴ്സ് വിചാരിച്ചാൽ ഉണ്ടാവില്ല, SLK വിചാരിച്ചാൽ ഉണ്ടാവില്ല. അൾട്ടിമേറ്റ്ലി ആദ്യം അവൻ്റെ ഫാമിലി തന്നെ വിചാരിക്കണം. ഇവിടെ എല്ലാ ദിവസവും കളി കാണാമെന്ന കാര്യമൊക്കെ പറഞ്ഞു, ഉപ്പ വന്നു, ഉപ്പയുടെ ബ്രദർ വന്ന കാര്യമൊക്കെ പറഞ്ഞു. അതിനു മുമ്പ് സിനാനെ കോച്ച് ചെയ്ത സമയത്ത്, അവൻ ട്രെയിൻ ചെയ്ത് തുടങ്ങിയ സമയത്ത് എല്ലാ ദിവസവും ട്രെയിനിങ് കാണാൻ വേണ്ടി വന്നിരുന്ന ഉപ്പാടെ കാര്യമാണ് ഷഫീഖ് പറഞ്ഞത്. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല, കളി കാണാൻ എന്തായാലും വരും. ട്രെയിനിങ് കാണാൻ വൈകുന്നേരം ജോലി ഉപേക്ഷിച്ച് മകൻ പരിശീലിക്കുന്നത് കാണാൻ എല്ലാ ദിവസവും വന്നിരുന്ന ഒരു ഫാദറിന്റെ കാര്യമാണ് പറഞ്ഞത്. സോ എല്ലാ കളിക്കാർക്കും അവരുടെ ഫാമിലി കൊടുക്കുന്ന സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവൻ്റെ ഫിസിക്ക് പോലെ, അവൻ്റെ ടെക്നിക്സ് പോലെ, അവൻ്റെ ഡയറ്റ് പോലെ അവനെ മാനസികമായി ഉത്തേജിപ്പിക്കുന്നത് അവൻ്റെ കുടുംബം തന്നെയാണ്. അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും എല്ലാം അടങ്ങുന്ന ആ വീടിൻ്റെ അകത്താണ് വാസ്തവത്തിൽ ഒരു മെസ്സിയും റൊണാൾഡോയും ജനിക്കുന്നത്. മെസ്സിയും റൊണാൾഡോ എന്ന് ഞാൻ പറയുമ്പോൾ മറക്കരുത് നിങ്ങൾ, 9ാമത്തെ വയസ്സിൽ ഈ പയ്യനെ ഇനി ഫുട്ബോൾ കളിക്കാൻ വിടരുത് എന്നൊരു ഡോക്ടർ പറഞ്ഞപ്പോൾ
ഇനി ഫുട്ബോൾ കളിക്കാൻ വിട്ട് കഴിഞ്ഞാൽ ഇവൻ ആപ്പടെ തകരാറിലാവും. കാരണം ഇവന് ഹോർമോൺ ഡെഫിഷ്യൻസിയാണ്, ഇവൻ വളരില്ല, തട്ടി വീഴുമെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ ഫുട്ബോൾ കളിപ്പിച്ചിട്ട് ഇവൻ്റെ അസുഖം മാറ്റില്ല. മുള്ളുകൊണ്ടെടുക്കാൻ ലയണൽ മെസ്സിയുടെ തീരുമാനിച്ച മാതാപിതാക്കളാണ് വാസ്തവത്തിൽ ലയണൽ മെസ്സി എന്ന പ്രതിഭാസത്തെ ലോക ഫുട്ബോളിൽ സമ്മാനിച്ചത്. അവിടെ തൊട്ട് പിടിക്കാം. ഇവിടെ നമുക്ക് കണ്ണൂരിലെ കാര്യം പറയുമ്പോൾ അപ്പോൾ ഓരോ കളിക്കാരനെയും ശരിക്കും വാസ്തവത്തിൽ സൃഷ്ടിക്കുന്നത് അവൻ്റെ കുടുംബമാണ്. അവൻ്റെ കുടുംബം കൊടുക്കുന്ന കരുത്തിൻ്റെ അടിത്തറയിലാണ് അവൻ്റെ കരിയർ. പിന്നെ സ്വാഭാവികമായിട്ടും അവൻ മുന്നോട്ട് വെക്കുന്ന ചുവടുകളിൽ ഷഫീഖിനെ പോലത്തെ ആൾക്കാർ വരും, മാനുവലിനെ പോലത്തെ ആൾക്കാർ വരും. അതെല്ലാം യൂട്ടിലൈസ് ചെയ്യേണ്ടത് അവൻ്റെയും കൂടെ ഒരു ബാധ്യതയാണ്. അതാണ് ആ നേരത്തെ പറഞ്ഞ പോയിന്റിനോട് കൂട്ടിച്ചേർത്ത് എനിക്ക് പറയാനുണ്ടായിരുന്നത്. രണ്ടാമത് നമ്മുടെ സന്തോഷ് ട്രോഫിയുടെ ഇതിൽ ഞാൻ പറയുക എപ്പോഴും എന്താ പറയുക, നേരത്തെ ഈഗോയുടെ കാര്യം പറഞ്ഞു. മനുഷ്യർക്ക് ഈഗോ ഉള്ളതുപോലെ എല്ലാവർക്കും ഈഗോ ഉണ്ടാകാം, കോച്ചിനുണ്ടാകാം, കമൻറ്റേറ്റർക്ക് ഉണ്ടാകാം, എല്ലാവർക്കും ഉണ്ടാകാം. ഈ പറഞ്ഞ പോലെ സ്വല്പം പോസിറ്റീവ് സെൻസിൽ മനുഷ്യൻ സെൽഫിഷുമായിരിക്കണം എന്നാണ് ഞാൻ പറയുക. പെനാൾട്ടി ബോക്സിൽ ഒരു പന്ത് കിട്ടുമ്പോൾ ഒരു സെൽഫിഷ് പ്ലെയറെയാണ് ഞാനാണ് ഒരു ടീമിൻ്റെ കോച്ചെങ്കിൽ എൻ്റെ പ്ലെയർ പെനാൾട്ടി ബോക്സിൽ കുറച്ച് സെൽഫിഷ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കോച്ചാണ് ഞാൻ. അവിടെ അവൻ കോച്ച് പെനാൾട്ടി ബോക്സിലാണെങ്കിലും കളിക്കാൻ പറഞ്ഞിരിക്കുന്ന സിസ്റ്റത്തിലാണ്. ആ സിസ്റ്റം ഫോളോ ചെയ്ത് വെറുതെ ഇൻ്റർസെപ്ഷൻ വന്ന് അല്ലെങ്കിൽ വെറുതെ ഒരു ടാക്കിൾ വന്ന് ആ ചാൻസ് പോണതിനേക്കാൾ നല്ലത് അവൻ ആ പോയിന്റിൽ ഒന്ന് സെൽഫിഷായി ഒന്ന് സ്കോർ ചെയ്ത് എനിക്കൊരു ഗോൾ അടിച്ചു തന്നാൽ അങ്ങനെ ഒരു കോച്ചാണ് ഞാൻ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ കാര്യത്തിൽ ഷഫീഖ് ഹസൻ കോച്ച് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, കുറച്ച് സെൽഫിഷ് ആവുന്നതുകൊണ്ട് തെറ്റില്ല. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് 1970-കളിലാണ് കേരളത്തിൻ്റെ പേര് സന്തോഷ് ട്രോഫിയിൽ ആദ്യമായി കേൾക്കുന്നത്. അതിന് വ്യക്തമായ കാരണം ഉണ്ടായിരുന്നു. അന്നാണ് പ്രീമിയർ ടയേഴ്സിൻ്റെ സുവർണ്ണകാലം. അപ്പോൾ പ്രീമിയർ ടയേഴ്സിൽ ഒരുമിച്ച് കളിക്കുന്ന കുറേ ആളുകൾ കേരള ടീമിൽ ഒരുമിച്ച് കളിക്കുന്നു. അതിൻ്റെ പെർഫോമൻസ് സ്വാഭാവികമായി കേരള ടീമിന് കിട്ടുന്നു. പിന്നീട് ഒരു 10-20 വർഷം കേരളത്തെ സന്തോഷ് ട്രോഫിയിൽ കാണാനില്ല, അല്ലെങ്കിൽ സെമി ഫൈനൽ, ഫൈനൽ തോൽവി, കിരീടമില്ല. പിന്നീട് കിരീടം കിട്ടുന്നത് കോയമ്പത്തൂരിലാണ് 92-93. ആ സമയത്ത് ഓർക്കുക, ആ 80-കളുടെ അവസാനവും 90-കളുടെ തുടക്കവും എന്ന് പറഞ്ഞാൽ കേരള പോലീസിൻ്റെ സുവർണ്ണകാലമാണ്. ഒരു ടീമിലെ കുറേ ആളുകൾ നേരത്തെ പ്രീമിയർ ടയേഴ്സ് പറഞ്ഞ പോലെ കേരള പോലീസിലെ കുറേ ആളുകൾ ഒരുമിച്ച് സ്ഥിരമായി, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ പേരുകാരും, VP സത്യൻ, ഷറഫ് അലി, കുരുകേഷ് മാത്യു, തോബിയാസ്, IM വിജയൻ, KT ചാക്കോ, ബാബുരാജ്, ഇങ്ങനെ അത് ഒരു പോലീസ് ടീമാണ്. 11 8-9 ആളുകൾ പോലീസാണ്. അതിൻ്റെ ഗുണം കേരളത്തിന് കിട്ടുന്നു, സന്തോഷ് ട്രോഫിയിൽ കിട്ടുന്നു. പിന്നെ ഒരു 10-15 വർഷത്തേക്ക് വീണ്ടും അനക്കമില്ല. വീണ്ടും കേരളത്തിൻ്റെ പേര് സന്തോഷ് ട്രോഫിയിൽ കേൾക്കുന്നത് 2000-ൻ്റെ ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതലാണ്. കാരണം എന്താ, അപ്പോഴേക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBT എന്ന് പറയുന്ന മറ്റൊരു ക്ലബ് അല്ലെങ്കിൽ ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻ്റൽ ടീം കേരളത്തിൽ സജീവമായിരിക്കുന്നു. SBT 2001 ബോംബെയിൽ ജയിക്കുന്നു, 2004 ഡൽഹിയിൽ ജയിക്കുന്നു. ആ കാലയളവിൽ കുറേ ഫൈനലുകൾ കളിക്കുന്നു. എല്ലാം കാണാം. 11-ൽ ഒരു 6-7 SBT പ്ലേയേഴ്സ്. അപ്പോൾ ഒരുമിച്ച് കളിക്കുന്ന കളിക്കാർ സംസ്ഥാന ടീമിനും ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഒരുമിച്ച് കളിക്കുന്നതിൻ്റെ ഒരു ഗുണം അന്നത്തെ എടുക്കാൻ തീരുമാനിച്ച അന്നത്തെ കോച്ചുമാർക്ക് കൂടി അവരുടെ ബുദ്ധിക്ക് കൂടി നമ്മൾ. അപ്പോൾ ആ കാര്യത്തിൽ ഷഫീഖിൻ്റെ ഭാഗത്തുനിന്നും കുറച്ചൊരു സെൽഫിഷ് ഒരു നീക്കം ഉണ്ടായാൽ ഞാൻ അതിനെ അംഗീകരിക്കുന്ന ആളാണ്. ഒരുമിച്ച് കളിക്കുന്ന ആളുകൾ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ അത് കണ്ണൂർ വാരിയേഴ്സിൻ്റെ പ്ലേയേഴ്സിനെ മുഴുവൻ സെലക്ട് ചെയ്യണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇനി അങ്ങനെയാണെങ്കിൽ പോലും എൻ്റെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുക, ആ സിസ്റ്റത്തിനോട് വർക്കൗട്ട് ആവുകയും ചെയ്ത കുറേ ഓൾറെഡി ജെല്ലപ്പ് ആയി കഴിഞ്ഞാൽ ഓൾറെഡി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് കുറേ സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റപ്പിനെ ഇളക്കാതെ അങ്ങനെ തന്നെ സ്റ്റേറ്റ് ടീമിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ. അപ്പോൾ കോച്ചിൻ്റെ സെൽഫിഷും കൂടി അല്ലെങ്കിൽ സെൽഫിഷ് ആയിട്ടുള്ള കുറച്ച് സമീപനങ്ങളും കൂടി ഈ സന്തോഷ് ട്രോഫി, നേരത്തെ 35 പേരിൽ എത്ര പേര് SLK പ്ലേയേഴ്സ് ടീമിൽ ഉണ്ടാകും എന്നല്ലേ ചോദിച്ചത്. ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് എനിക്ക് മഹേഷിനോട് പറയാനുള്ള സംഗതി ഇതാണ്. ഓക്കെ, ഞാൻ 2 കാര്യം. ഒന്ന്, ഷൈജോട്ടൻ ഈ കുടുംബത്തിൻ്റെ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ, ഞാൻ ഈ SLK യാത്രക്കിടയിൽ ഒരുപാട് ഫാമിലിയെ കണ്ടിട്ടുണ്ട്. ഇപ്പം കമാലുദ്ദീൻ്റെ വാപ്പ, ഉമ്മ, അവർക്ക് സ്ഥിരമായി കളി കാണാൻ വരും, വലിയ സപ്പോർട്ടാണ്. ഓഫ് കോഴ്സ് നമ്മളെ സിനാൻ്റെ ഫാമിലി, ഒരുപാട് കുടുംബത്തെ കണ്ടിട്ട്. പക്ഷെ നമുക്ക് ഈ യാത്രക്കിടയിൽ അഭിമാനം കൊണ്ട് നമ്മൾ കണ്ണ് നിറഞ്ഞു പോയ ഒരു കുടുംബം എന്ന് പറയുന്നത് റോഷലിൻ്റെ ഉമ്മയാണ്. ഞാനന്ന് കോഴിക്കോട് വെച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ റോഷൽ ഇവിടുന്ന് കൈ കാണിക്കുന്നുണ്ട്, ഉമ്മയെ കൂടി വിളിക്കട്ടെ എന്ന്. ഞാൻ ഉമ്മയെ വിളിക്കണം എന്ന് പറഞ്ഞു. ഉമ്മ താഴേക്ക് വന്നിട്ട് സന്തോഷം കൊണ്ട് ആ ഉമ്മ ഇങ്ങനെ കരയാണ്. അപ്പം ഒന്നുമില്ല, നമ്മളത് അന്ന് സംരക്ഷണം ചെയ്ത് ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കുകയും ഒരു ദിവസം കൊണ്ട് തന്നെ ഏതാണ്ട് 1 മില്യൺ 10 ലക്ഷത്തിലധികം ആളുകൾ കാണുകയും ഈ കണ്ടവർ മുഴുവൻ അതിനകത്ത് റോഷലിൻ്റെ ഉമ്മയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്തിനാണ് മൈക്ക് എടുക്കുന്നത്, നമ്മൾ എന്തിനാണ് ഈ കളിക്ക് പുറകെ പോകുന്നത്, നമ്മൾ എന്തിനാണ് ഈ ഫുട്ബോളിൻ്റെ പുറകെ പോകുന്നത് എന്നുള്ളതിൻ്റെ, ഫുട്ബോൾ കളി ഒരു വശത്ത്, അതിനപ്പുറത്തേക്ക് ഇവരെയൊക്കെ കാണാനും കൂടിയാണ്,
ഇവരെ അറിയാനും കൂടിയാണ്, ഇവരുടെ സ്നേഹം അറിയാനാണ്, ഈ ഉമ്മമാരുടെ, അച്ഛന്മാരുടെ, സഹോദരന്മാരുടെ ഒക്കെ സ്നേഹം അറിയാനാണ്. പെട്ടെന്ന് ഷൈജേട്ടൻ പറഞ്ഞു രണ്ട് അന്ന് എന്തിനാണ് റോഷലിന്റെ ഉമ്മയുടെ മഹേഷ് ഇത് എടുത്തുകൊണ്ട് തൊട്ടടുത്ത് ഷൈജേട്ടനുണ്ട്. ഞാൻ ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് തൊട്ട് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. എന്തെന്നാണ് ആ സംഗതി പറഞ്ഞത്? ട്യൂഷൻ മാഷ് ചോദിച്ചു A+ വേണോ മോ ഫുട്ബോൾ വേണോ? ഞാൻ പറഞ്ഞു ഫുട്ബോൾ മതി. അതിലുണ്ടെല്ലാം. നമ്മൾ നേരത്തെ പറഞ്ഞ കേരളത്തിലെ, ലോകത്തിലെ എല്ലാ മാതാപിതാക്കൾക്കുമുള്ള, മക്കളെ കളിക്കാരാക്കാൻ ആഗ്രഹിക്കുന്ന, സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന എല്ലാ കുടുംബങ്ങൾക്കുമുള്ള മെസ്സേജാണത്. ഈ കഴിഞ്ഞ അച്സലിന്റെ ഇന്റർവ്യൂ എടുത്തപ്പോഴും അച്സൽ പറഞ്ഞു, അച്സലിന്റെ വാപ്പ ഒരിക്കലും ഇതുവരെ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. അച്സലിന്റെ വാപ്പ അച്സലിനോട് പഠിക്കാനേ പറഞ്ഞിട്ടില്ല, പന്തെടുത്ത് കളിച്ചോ എന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ വാപ്പമാരും ഉമ്മമാരും സഹോദരങ്ങളും ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ പന്ത് കിട്ടാതിരിക്കും? ഒരുപാട് താരങ്ങളുടെ പേര് പറഞ്ഞു. നമ്മൾ എന്തൊക്കെ നേടി എന്ന് പറഞ്ഞാലും സന്തോഷ് ട്രോഫിയിൽ നമ്മുടെ കേരളം കിരീടം നേടുമ്പോൾ നമുക്കൊരു വല്ലാത്ത ആനന്ദമാണ്, ഒരു വല്ലാത്ത സന്തോഷമാണ്. ചെറുപ്പത്തിലാണെന്നുണ്ട് 93 94 ഒരു പെനാൽറ്റി ഷൂട്ടൗട്ട് നടന്നു. ഷൂട്ടൗട്ടിൽ പിറ്റേന്ന് സ്കൂളിന് ലീവ് കിട്ടും. അപ്പോൾ ലീവ് കിട്ടാനാണ് ഈ സന്തോഷ് ട്രോഫി നമ്മൾ കാണുന്നത്. കളിയോടുള്ള ആഗ്രഹം ഒരു വശത്ത്, എനിക്ക് തോന്നുന്നു ഹമീദ് എന്ന് പറഞ്ഞിട്ട് 94 പുറത്തേക്ക് അടിച്ച് നമ്മൾ തോറ്റു. അന്ന് കളി കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ട്, കാരണം നമുക്ക് പിറ്റേന്ന് ലീവ് കിട്ടാതെ പോയതുകൊണ്ട്. കാരണം എന്താ പറയുക, അതിന് തൊട്ട് മുമ്പത്തെ 2 വർഷം കണ്ടിന്യൂസ് 92-ലും 93-ലും ജയിച്ചിട്ടാണ് 94-ലും. അപ്പോൾ ഈ സന്തോഷ് ട്രോഫി നേടുക എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ത്രസിപ്പിക്കുന്ന ഒരു ഓർമ്മയാണ്, അങ്ങേയറ്റ സന്തോഷമാണ്. അപ്പോൾ ഇത്തവണ കോച്ച് ഞങ്ങൾ നേരത്തെ ഒരു ഇത് നേരുകയാണ്, ആശംസകൾ നേരുകയാണ്. തകർക്കട്ടെ. ഒരുപാട് പ്രയാസപ്പെട്ടതാണ് നമ്മളെ കേരള ഫുട്ബോൾ. അതിനെ ഒന്ന് എന്താ പറയുക, നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ ലക്ഷ്യം. അല്ല, ഇതിനകത്ത് ഒരു കാര്യം കൂടെ നേരത്തെ ഈ പറഞ്ഞ പോലെ എന്നെ പറയാൻ അനുവദിക്കുമെങ്കിൽ ഉറപ്പായിട്ട്. അതായത് നേരത്തെ നമ്മൾ ഉത്തരാഖണ്ഡിലെ നാഷണൽ ഗെയിംസിൻ്റെ കാര്യം പറഞ്ഞു, വളരെ വിശദമായിട്ട് ഷഫീഖ് പറഞ്ഞു. അതിലൊക്കെ എൻ്റെ ഒരു പോയിന്റിലേക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയാൻ ആവശ്യപ്പെട്ടാൽ, ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് പറയാണ്, എങ്കിലും പറയാൻ ആവശ്യപ്പെട്ടാൽ അതിന് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് 1983 ഇന്ത്യ ആദ്യമായിട്ട് ക്രിക്കറ്റിൽ വേൾഡ് കപ്പ് ജയിച്ച വർഷമാണ്. അതാണ് വാസ്തവത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഗതി മാറ്റിയ ആ ഒരു ടൂർണമെൻറ്റും കിരീടവും. 1983 ആ കഥ നടന്നു തന്നെയാണ്. പിന്നീട് ആ സിനിമയായി വന്നപ്പോഴും, നമ്മുടെ രൺവീർ കപിൽ ദേവായിട്ട് അഭിനയിച്ച സിനിമയൊക്കെ വന്നപ്പോഴും അതിന് വീണ്ടും കണ്ടിട്ടില്ലാത്തവർക്ക് വീണ്ടും എടുത്ത് കാണാം. അതിലൊരു രംഗമുണ്ട്, നമ്മുടെ മാൻസിംഗ് എന്ന് പറയുന്ന അദ്ദേഹമാണല്ലോ ടീമിൻ്റെ മാനേജർ. അദ്ദേഹം BCCIയുടെ ഓഫീസിൽ പോയിട്ട് ടീമിന് പോകാനുള്ള ടിക്കറ്റ് ആയില്ലേ എന്ന് പറഞ്ഞ്, അപ്പോൾ BCCI ഓഫീസിൽ ഇത് കൈകാര്യം ചെയ്യുന്ന ആ ഉദ്യോഗസ്ഥൻ, ആ ഓഫീസിലെ ആൾ വളരെ കാഷ്വലായിട്ട്, അതായത് അതായത് ഔട്ട് ആൻഡ് ഔട്ട് പുച്ഛം, ഫീലിംഗ് പുച്ഛം, ഇമോജി വേണമെങ്കിൽ ആ പുച്ഛത്തോടു കൂടി അയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പോകണമല്ലേ? ഓക്കെ, അപ്പോൾ എന്നാ പോകുന്നത്? ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് കളി എന്നാ? ഓക്കെ 27-ാം തീയതി. ഓക്കെ, അപ്പോൾ 2 ദിവസം മുമ്പ് എത്തിയാൽ പോരെ? ഓക്കെ അപ്പം നമുക്ക് 25-ന് ഇട്ടിട്ട്, അപ്പോൾ 28-ന് ഇട്ടണല്ലേ? ആ സിനിമയിൽ സീനുണ്ട്. അപ്പോൾ ഇയാൾ ഷോക്ക് അടിച്ച പോലെ വേൾഡ് കപ്പ് കളിക്കാൻ പോവാണ്. ആദ്യത്തെ കളി, ഫസ്റ്റ് റൗണ്ടിൽ ഔട്ടാവുമല്ലോ, റിട്ടേൺ വേണ്ടേ? അപ്പോൾ പിറ്റേ ദിവസം റിട്ടേൺ എടുക്കണ്ടേ എന്ന് ചോദിക്കണ ആ സീനിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരവസ്ഥയായിരുന്നു. ഇനി ഇല്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല, ഷഫീഖ് ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. നാഷണൽ ഗെയിംസ് കളിക്കാൻ കേരളം ഈ വർഷം ആദ്യം ഉത്തരാഖണ്ഡിലേക്ക് പോകുമ്പോൾ ആ പോയ യാത്രയും, ഉത്തരാഖണ്ഡിൽ ടീമിനെയും കൊണ്ട് ആ യാത്രയിലും ടീമിനെയും കൊണ്ട് അവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിന് മുൻപും ഇറങ്ങുമ്പോഴൊക്കെ വാസ്തവത്തിൽ 1983 ഇന്ത്യൻ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടാൽ ആ സിനിമയിൽ കാണുന്ന ഈ ഒരു രംഗത്തിനെ ശരിക്ക് നമ്മുടെ സന്തോഷ് ട്രോഫിയായിട്ട് ചേർത്ത് വെക്കാം. ശരിക്കും ഇത് തന്നെയായിരുന്നു. എന്തിന് പോകുന്നു? പക്ഷേ അവിടെയാണ് ഞാൻ പറഞ്ഞത്, ആ വിജയവുമായിട്ടൊക്കെ താരതമ്യം ചെയ്യണം ഇതിനെ. ആ സകലവരും ആരും പ്രതീക്ഷിക്കാത്ത, എല്ലാവരും എഴുതി തള്ളിയ ഒരു അവസ്ഥയിൽ നിന്ന് വരുമ്പോൾ അതൊരു അത് അവിടെയാണ് നമ്മൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ മറന്നുപോയവരെ കൂടി നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത്. ഇങ്ങനെയായിരുന്നു, സ്റ്റാർ സ്റ്റഡഡും താരങ്ങളൊന്നും ഇല്ലായിരുന്നു, പോയി നാഷണൽ ഗെയിംസിലെ സ്വർണ്ണ മെഡലായിട്ട് വന്നു. എക്സാക്ട്ലി ഞാൻ അന്ന് ആ ഡയലോഗാണ് പറയുന്നത്. അപ്പോൾ റിട്ടേൺ എങ്ങനെയാണ്? ഇപ്പുറത്ത് ആദ്യത്തെ കളി, ഫസ്റ്റ് നാഷണൽ ഗെയിംസ് ആദ്യത്തെ കളി ആരായിട്ടായിരുന്നു നാഷണൽ ഗെയിംസിൽ ഫസ്റ്റ് മാച്ച്? മണിപ്പൂരായിട്ട്. സ്വാഭാവികമായിട്ടും മണിപ്പൂരായിട്ട് ആദ്യത്തെ കളിയല്ലേ? അപ്പോൾ പിറ്റേ ദിവസം റിട്ടേൺ എടുക്കല്ലേ രാജധാനിക്ക് എന്ന് ചോദിച്ചാൽ ആ കോച്ചിൻ്റെ ഒരു കേൾക്കുന്ന കോച്ച് അപ്പം ആ മാനസികാവസ്ഥയിലൂടെ കടന്നുപോയ ആൾ തന്നെ ആയിരിക്കും എൻ്റെ മുമ്പിലിരിക്കുന്നത്. എനിക്ക് 100% ഉറപ്പാണ്. അതിൽ നമ്മൾ ഒരു ഈ വിന്നിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സിൻ്റെ എൻഡ് പാർട്ട് മാത്രമാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴും അതിലാണ് വിശ്വസിക്കുന്നത്, ചെറിയ കാര്യങ്ങൾ. ഇന്നലെ സെക്രട്ടറിയെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അന്ന് എവിടെ വേണം ട്രെയിനിങ് എന്ന് വെച്ചപ്പോൾ ഞാൻ വയനാട് വേണമെന്ന് പറഞ്ഞു. ഞാൻ വയനാട്ടിലെയും ഉത്തരാഖണ്ഡിലെയും ക്ലൈമറ്റ് ചെക്ക് ചെയ്തപ്പോൾ ആകെ 2 ഡിഗ്രിയിൽ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും ഇന്നലെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാണ്, എനിക്ക് ലാസ്റ്റത്തെ ഒരു 12 ദിവസം ഹൈ ആൾട്ടിറ്റ്യൂഡ് വയനാട്ടിലോ അല്ലെങ്കിൽ അവിടെ ഞാൻ 2 സ്ഥലത്തും ക്ലൈമറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഇടുക്കിയിൽ കുറച്ചുകൂടെ സിമിലറാണ്, വയനാട്ടിൽ ഏകദേശം ഒരു 2% ഇതിൽ. പക്ഷേ പെട്ടെന്ന് നമ്മൾ അങ്ങനെ ഒരു ക്ലൈമറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ
ചിലപ്പോൾ കളിക്കാർക്ക് സിക്കാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ സെക്രട്ടറിയും പറഞ്ഞു ഓക്കെ നമുക്കത് പരിഗണിക്കാം. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ വലിയ വിജയത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രോസസ്സിൽ നമ്മൾ ചെയ്യുക, റിസൾട്ട് അതിൻ്റെ പുറകെ വരുമെന്നാണ് എൻ്റെ ഒരു കോച്ചിങ് ഫിലോസഫി. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ കണ്ണൂരിൻ്റെ വിജയം, സൂപ്പർ ലീഗിൻ്റെ വിജയം, ഒപ്പം തന്നെ സിനാനെ പോലുള്ള താരങ്ങളെ നമ്മൾ കണ്ടെത്തിയ കഥ, അതുവഴി സന്തോഷ് ട്രോഫി, അതുവഴി നമ്മൾ ദേശീയ ഗെയിംസ്, അതുവഴി ലയണൽ മെസ്സിയുടെ അമ്മയിൽ തുടങ്ങി സിനാൻ്റെ കുടുംബം വരെ, അല്ലെങ്കിൽ കേരളത്തിലെ താരങ്ങളുടെ കുടുംബങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായി സംസാരിച്ചു. കോച്ച് ഒരിക്കൽ കൂടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കപ്പും കൊണ്ടേ വരും എന്ന് ഞങ്ങൾ അതിയായ ആഗ്രഹമുണ്ട്. അത് സാധിക്കട്ടെ. എല്ലാവിധ ഭാവങ്ങളും ഞങ്ങൾ തീർച്ചയായും മീഡിയ വൺ സ്പോർട്സും ഞങ്ങളെല്ലാവരും സന്തോഷ് ട്രോഫി ടീമിനൊപ്പം തന്നെ ഞങ്ങളും സഞ്ചരിക്കുന്നുണ്ട്. ഓരോ നിമിഷവും കാണാനും കേൾക്കാനും പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ കാണാനും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങൾക്കൊപ്പം ഈ ഫ്ലോറിൽ വന്നതിന്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തൽക്കാലം SLKയുടെ ഒരു ഇടവേളയാണ് ഇനി അങ്ങോട്ട്, പക്ഷേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വീണ്ടും ഒരുമിച്ചിരിക്കാം. താങ്ക് യു. നമുക്ക് സൂപ്പർ ലീഗിൻ്റെ ഇതുവരെയുള്ള യാത്ര ശ്രീ ദിലീപ് രാമചന്ദ്രൻ അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. ഞാനും ഷൈജു ദാമോദരനൊപ്പം ഉണ്ടാവും. താങ്ക് യു.